കേരളം തുടർച്ചയായി 10 വർഷക്കാലം ഭരിച്ച LDF സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമായിരുന്നുവെന്ന് ശശി തരൂർ MP പറഞ്ഞു. യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിൽ തേടുന്നതിനുമായി നാടുവിടുന്ന നിലവിലെ സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും UDF സർക്കാർ വരേണ്ടത് ആവശ്യമാണെന്നും ശശി തരൂർ പറഞ്ഞു. നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് ശ്രീ നാടകം സുരേഷ് ജയിപ്പിക്കാനാണ്. അദ്ദേഹം നിങ്ങൾക്ക് വാക്ക് തന്ന പോലെ അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ചിട്ടും അദ്ദേഹത്തിന്റെ അറിവനുസരിച്ചിട്ടും അദ്ദേഹത്തിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. ഈ നാടിന്റെ ശബ്ദം അദ്ദേഹം നിയമസഭയിൽ കേൾപ്പിക്കും. 10 വർഷക്കാലത്തിന്റെ ദുർഭരണത്തെ മാറ്റാൻ ഒരു സമയമായി. 10 വർഷക്കാലം LDF സർക്കാർ ഈ നാടിനെ നശിപ്പിച്ചതിന്റെ ആ കഥ അവസാനിപ്പിക്കാനുള്ള സമയമായി. അവരോട് കണക്ക് ചോദിക്കുന്നു, നമ്മൾ ആ കണക്ക് ചോദിക്കാൻ സമയമായി. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു പുതിയൊരു രീതിയിൽ ഒരു പുതിയൊരു തലമുറ ഭരണത്തെ കൊണ്ടുവന്നിട്ട് നാളെ കുറിച്ച് ചിന്തിക്കുന്ന UDF ഭരണം. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ദുഃഖവാർത്ത എന്താണ്? നമ്മുടെ മലയാളി യുവാക്കളൊക്കെ ഈ സംസ്ഥാനം വിട്ടിട്ട് അന്യ സംസ്ഥാനങ്ങളും അന്യ രാജ്യത്തേക്ക് മാറിപ്പോകുന്നു. കാരണം ഇവിടെ അവര് അവസരങ്ങൾ കാണുന്നില്ല, തൊഴിലവസരം കാണുന്നില്ല, പഠിപ്പിന് അവസരം കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പറയട്ടെ, നമ്മൾക്കൊരു പുതിയ കേരളം ഉണ്ടാക്കി അവരെ ഇവിടെ നിലനിർത്താനും ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒരു നല്ലൊരു ഇലക്ഷൻ ക്യാമ്പയിൻ നമ്മൾ നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ നിന്ന് നന്ദി പറയട്ടെ. നാടകം സുരേഷിനെ ജയിപ്പിക്കണം, UDF സർക്കാരിനെ കൊണ്ടുവരണം. കൈപ്പത്തി അടയാളത്തിൽ നിങ്ങൾ എല്ലാവരും എല്ലാ വീട്ടിലും ഇറങ്ങിയ ആൾക്കാരെ വോട്ട് ചെയ്യിപ്പിക്കണം മാത്രം അഭ്യർത്ഥിച്ചിട്ട് ഇനി നേരം ചൂടായി വരുന്ന കാര്യം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പുതിയ കേരളം സൃഷ്ടിക്കാൻ UDFന് മാത്രമേ കഴിയുകയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി നാട്ടകം സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച റോഡ് ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ MP. അതിരമ്പുഴ പഞ്ചായത്തിലെ ആനമല ജംഗ്ഷനിൽ നിന്നും തുടക്കം കുറിച്ച റോഡ് ഷോയ്ക്കൊപ്പം ശശി തരൂരും പങ്കുചേർന്നു. AICC നിരീക്ഷക റഹന, UDF നേതാക്കളായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, നീണ്ടൂർ മുരളി, KP ദേവസ്യ, ജോ റോയി പൊന്നാറ്റിൽ, സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.